കൊച്ചിയിൽ ശക്തമായ മഴയ്ക്ക് ശമനമില്ല. മട്ടാഞ്ചേരി ബസാർ റോഡ് മുങ്ങി. കടകളിൽ വെള്ളം എത്തിയതിനെ തുടർന്ന് അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഉടമകൾ പറയുന്നു. കാക്കനാട് അത്താണി കീരേലി മലയിൽ മണ്ണിടിഞ്ഞു. ഇൻഫോ പാർക്ക് റോഡിൽ വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. വിനിത വിജി കലൂരിൽ നിന്നും, വിഷ്ണു സുരേഷ് ശാന്തിപുരം കോളനിയിൽ നിന്നും, അശ്വിൻ പാലാഴി ഇടപ്പള്ളിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, എന്താണ് കലൂരിലെ സ്ഥിതി? വേണു, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയൊരു വിവരം, ഈ കനത്ത മഴയിൽ ദേശീയപാത അങ്കമാലി കരയാംപറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. ദേശീയപാതയിൽ അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ കരയാംപറമ്പ് പാലം. കഴിഞ്ഞ ഈ ഗഡറുകൾ അവസാനിക്കുന്നിടത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതെന്നൊരു വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കലൂരാണ്. കലൂര് മഴയ്ക്കൊരല്പം ശമനമുണ്ട്. ഇന്ന് ഒരു നേരിയ മഴ മാത്രമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ പുലർച്ചെ മുതലൊക്കെ ഈ ഭാഗത്ത് കനത്ത മഴ തന്നെയായിരുന്നു. അല്പസമയം മുൻപ് നമ്മൾ ആസാദ് റോഡിലുണ്ടായിരുന്നു. അവിടെയും ഈ താഴ്ന്ന മേഖലകളിലേക്കൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത്. അടുത്ത 2 ദിവസവും മഴ മുന്നറിയിപ്പുണ്ട് ജില്ലയിൽ. 2 ദിവസങ്ങളിലായി യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് എറണാകുളം ജില്ലയിൽ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ എടപ്പള്ളി ജംഗ്ഷനിലൊക്കെ വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ നമ്മുടെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത വെള്ളക്കെട്ടും മഴയും ഒക്കെയാണ് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ അത്തരത്തിലേക്കുള്ള വെള്ളക്കെട്ട് ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ MG റോഡ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും വലിയ ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ രാത്രി ആ മേഖലകളിലേക്കൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നുവെങ്കിലും രാവിലെ സ്ഥിതിഗതികൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നഗരത്തിലില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇടപ്പള്ളിയിലെ ടോൾ ജംഗ്ഷനിൽ ഒരു വെള്ളക്കെട്ട് ഒഴിച്ചു നിർത്തിയാൽ നഗരത്തിലെ മറ്റ് പ്രധാന ഇടങ്ങളിലേക്കൊന്നും വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ താഴ്ന്ന മേഖലകളിലേക്കൊക്കെ തന്നെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്കുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മട്ടാഞ്ചേരി ബസാർ റോഡിൽ കനത്ത മഴയും വെള്ളക്കെട്ടും ഉണ്ടായിരിക്കുകയാണ്. ആ മേഖലകളിലെ കടകളിലേക്കൊക്കെ വെള്ളം കയറുകയും അവിടെ സൂക്ഷിച്ചിരുന്ന അരിച്ചാക്കുകളിലേക്കൊക്കെ വെള്ളം നനയുകയും ചെയ്തു. ഏതാണ്ട് 10ഓളം അരിച്ചാക്കുകളാണ് നാശം സംഭവിച്ചത്. ഏതാണ്ട് 5-6 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് കടയുടമകൾ പറയുന്നത്. ഇങ്ങനെ മഴ ഏത് നിമിഷവും പെയ്തേക്കാമെന്നൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ കനത്ത മഴ തന്നെയാണ് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ പുലർച്ചെയും മഴ ശക്തമായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒരു നേരിയ ശമനമാണ് ഈ നഗര മേഖലകളിലുള്ളത്. വേണു, ശരി. കാക്കനാട് ശാന്തിപുരം കോളനിയിൽ നിന്ന് വിഷ്ണു സുരേഷുമുണ്ട്. വിഷ്ണു, എന്താണ് കാക്കനാട് സാഹചര്യം? അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി എന്നറിയുന്നു. എന്തൊക്കെയാണ് പൊതുവായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഞാൻ നിലവിൽ ഉള്ളത് തമ്മനം ശാന്തിപുരം കോളനിയിലാണ്. തമ്മനത്താണ് ശാന്തിപുരം കോളനി ഉള്ളത്. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ എറണാകുളം ജില്ലയിലാകെ പെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട പ്രദേശം ഈ ശാന്തിപുരം കോളനിയാണ്. ഇപ്പോൾ ആളുകൾ ഈ വെള്ളം ഇറങ്ങിയ പശ്ചാത്തലത്തിൽ വീടുകൾ വൃത്തിയാക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. എല്ലാ തവണയും ഇത് തന്നെയാണ്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു. ചേച്ചി, എല്ലാ തവണയും ഈ മഴ വലിയ പ്രശ്നമാണോ? എല്ലാ തവണയും മഴ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ പുഴുക്കളാണ് വരുന്നത്. എല്ലാ സെപ്റ്റി ടാങ്കിയുടെ പുഴുക്കളൊക്കെ വന്ന് കയറും. ഞങ്ങൾക്ക് ഭയങ്കരമായ വൃത്തികേടാണ്. എല്ലാവരും വരുമ്പോൾ ഞാൻ പറയും, ഇവിടെയാണ് ആദ്യം കയറുന്നത് വെള്ളം. ഇവിടെ ഇതുപോലെ ഒരു വെള്ളക്കുഴി ഈ കോളനിക്കകത്തില്ല. അങ്ങോട്ടൊന്നും കയറാറില്ല. ഞങ്ങളുടെ ഇവിടെ മുങ്ങി, ഞങ്ങളുടെ ബെഡ് വരെ മുങ്ങിയാലാണ് അവിടെ കയറുന്നത്. അങ്ങനെയാണ്. ഇന്നലത്തെ മഴയിൽ ശരിക്കും ഭയങ്കര ശരിക്കും വെള്ളം വന്നു. ഇവിടെ 6 പോലെ ആയിരുന്നു. സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? സാധനങ്ങളൊക്കെ ഇത്തിരി പൊക്കമുള്ളതിലോട്ട് ഞാൻ എടുത്ത് സാരികളൊക്കെ അങ്ങനെ അങ്ങോട്ട് അലമാരി തുറന്നിട്ടില്ല. തുറന്ന വെള്ളത്തിലാണ് പോകുന്നത്. വീടിനകത്തേക്ക് വേസ്റ്റ് വെള്ളം കയറി വരും അല്ലേ? വേസ്റ്റ് വെള്ളമൊന്നും കയറണം. പുഴുവും കയറും. പുഴു സെപ്റ്റി ടാങ്കിടെ അത് പുറകിൽ നിന്നും കയറും. ഇപ്പം നുമ്പിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഓട്ട വല്ലതും ഉണ്ടെങ്കിൽ പുറകിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട്. നമ്മൾ പറഞ്ഞിരുന്നോ ഈ ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞു മടുത്തോ? അവരോടും പറയാറുണ്ട് ഞാൻ, എല്ലാവരോടും. സാറേ, ഇന്ന മാതിരിയാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 10-12 കൊല്ലമായിട്ട് ഞങ്ങൾ ഇതാണ് അനുഭവം. എന്താ പറയാ? അവര് ശരിയാക്കി തരാം പണിത് തരാം. ഇതൊന്ന് പൊക്കി തന്നാൽ മതി. ഈ തറയെന്ന് പൊക്കി കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. വേണു, അതാണ് വലിയ പ്രതിസന്ധി കഴിഞ്ഞ 12 വർഷങ്ങളായി നേരിടുന്ന ഒരു പ്രദേശമാണ്. എല്ലാ തവണയും ശരിയാക്കി തരാം എന്ന് പറയുന്നതിനപ്പുറത്ത് മറ്റിടപെടലുകളൊന്നും ഉണ്ടായില്ല. ഈ മലിനജലം വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നു. അത് വലിയ രോഗങ്ങൾക്കൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ശാന്തിപുരം കോളനി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. നിലവിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും മഴ പെയ്താൽ വീണ്ടും വെള്ളം കയറുന്ന ഒരു പ്രദേശമാണിത്. കൃത്യമായൊരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്ത് വേണം. നേരത്തെ P&T കോളനി അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അത് നിലവിൽ അവരെ അവിടെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി സ്വീകരിച്ചു. ഇവിടെ ഈ പ്രദേശം കുറച്ചുകൂടി ഉയർത്തി
നീട്ടി നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനെ അതിജീവിക്കാനാവൂ. ഇത് വേനൽ മഴയാണ്. ജൂണിലേക്ക് എത്തുമ്പോൾ ശക്തമായ മഴ ഉണ്ടാകും. അതിന് സമാനതകളില്ലാത്ത പ്രതിസന്ധി ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടാറുണ്ട്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഇപ്പോഴേ വേണം. ഈ ഓടകളൊക്കെ വൃത്തിയാക്കാനുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്ത് വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി, തമ്മനത്തെ ശാന്തിപുരം കോളനിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ഇടപ്പള്ളിയിൽ അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, എന്താണ് ഇടപ്പള്ളിയിലെ സാഹചര്യം? വേണു, ഇടപ്പള്ളിയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ വലിയ മഴയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ രാവിലെ വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് രാവിലെ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഒരു 10 മണി കഴിയുമ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇടപ്പള്ളി ഇരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും സമാനമായ അവസ്ഥ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട് ഈ ടോൾ ജംഗ്ഷനിലടക്കം രൂപപ്പെടുകയും ചെയ്തിരുന്നു. രാത്രി മുഴുവൻ നീണ്ട മഴയാണ് രാവിലെ വലിയ വെള്ളക്കെട്ടിലേക്ക് ഇടപ്പള്ളിയെ നയിച്ചത്. എന്തായാലും നിലവിൽ ഇടപ്പള്ളിയിൽ വലിയ പ്രശ്നമില്ല. അതിന് സമീപത്ത് പത്തടിപ്പാലം അടക്കമുള്ള മേഖലകളിലും കളമശ്ശേരി അടക്കമുള്ള മേഖലകളിലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു മഴ കൂടി പെയ്താൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് ഇടപ്പള്ളി പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഈ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും നിലവിൽ ഇടപ്പള്ളി അടക്കമുള്ള ഇടപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ മഴയില്ല, വെള്ളക്കെട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ശരി, അശ്വിൻ പാലാഴിയാണ് ഇടപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.